കൈവിരലിൽ പിടിച്ച് കടിക്കുകയാണ് ബൈക്ക് യാത്രക്കാരൻ. അതാണ് ഒരു സംഭവം. മറ്റൊന്ന്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് എന്ന വിശേഷണവുമായി വൈറലാകുന്ന ഒരു ദൃശ്യവുമാണ്. രണ്ടും കാണാം. ಖಚಿತ ಪೊಲೀಸರಿಗೆ ಅರ್ಜೆಂಟ್ ಹಾಸ್ಪಿಟಲ್ ಹೋಗ್ತಾ ಇದ್ದೀನಿ. ಖಚಿತ ಏನಕ್ಕೆ ನೀನು ನನ್ಗೆ ಯಾಕೆ ತಗೊಂಡ್ರು? ಏನಕ್ಕೆ ನಿನ್ಗೆ ಅವ್ರಿಗೆ ನಿಲ್ಸಕ್ಕೆ ಅದು ಕೆಲಸ ಇದೆ, ಅಧಿಕಾರ ಇದೆ. ಏನ್ ಮಾಡ್ದೆ? ನಿಲ್ಸೋ ಅಧಿಕಾರ ಇದೆ. ನನ್ನ ಮೊಬೈಲ್ ಏನಕ್ಕೆ ತಗೊಂಡೆ? ശ്രീധര, ഇത് ട്രാഫിക് പോലീസ് എൻ്റെ കൈ പിടിച്ച് കടിക്കുക, ഹൈപ്പർ ലൂപ്പ് എന്ന പോലെ പൈപ്പിനുള്ളിലൂടെ ബൈക്കുകൾ പോവുക, ഈ വലിയ ഹൈടെക് സിറ്റി അല്ലെങ്കിൽ IT-യുടെ തലസ്ഥാനം എന്നൊക്കെ പറയുന്ന രീതിയിൽ വലിയ പോഷ് ജീവിതമൊക്കെ ഉള്ള ബംഗളൂരു ആണെങ്കിലും ഈ ഗതാഗത രംഗത്ത് വലിയ പരാജയം തന്നെയാണല്ലേ. ഇത് ചിരിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ഇതൊക്കെ മാറ്റാനുള്ള എന്തെങ്കിലും സംവിധാനം അവിടെ ഉണ്ടോ? ദിവിഷ്, ബംഗളൂരു നഗരത്തിൽ ഒരു തവണയെങ്കിലും വണ്ടി ഓടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഈ കുരുക്കുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാത്തവർ വളരെ ചുരുങ്ങും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ദൃശ്യത്തെക്കുറിച്ച് ആദ്യം പറയാൻ തോന്നുന്നു. അതായത് ഈ നഗരത്തിൽ നമ്മൾ റോഡിൽ എവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടോ അവിടെയെല്ലാം തന്നെ ഇരുചക്ര വാഹനങ്ങൾ കുത്തിക്കയറ്റുമെന്നുള്ള അവസ്ഥയാണുള്ളത്. റോഡെല്ലാം നിറഞ്ഞാണ് പോകുന്നത്. ഗതാഗതക്കുരുക്ക് അഴിക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ടർ റിംഗ് റോഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ. പക്ഷേ ആ ഔട്ടർ റിംഗ് റോഡിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ ദൃശ്യങ്ങൾ വൈറ്റ് ഫീൽഡിന് സമീപത്തു നിന്നാണ്. അവിടെ ജലവിതരണ പദ്ധതിയുടെ പൈപ്പാണ് ഇട്ടത്. ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു ബൈക്ക് ഓടിച്ച് പോകുക, ആളുകൾ നടന്നു പോകാന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു കൗതുകത്തോടു കൂടി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ആളുകളെ സംബന്ധിച്ചിടത്തോളൂ. എന്ന് വെച്ചാൽ അത്രയും വലുതാണ് ട്രാഫിക് കുരുക്ക്. അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകും. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഈ ഗതാഗത നിയമങ്ങൾ ലംഘിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് രണ്ടാമത്തെ ദൃശ്യം. അതായത് സയ്യിദ് ഷാഫി എന്നുള്ള ആളാണ് അതിൽ പോലീസിനോട് തർക്കിക്കുന്നത്. ഇയാൾ ഹെൽമെറ്റ് ധരിക്കാതെ വരുന്നു, വഴിയിൽ പോലീസിനെ കാണുന്നു, വെട്ടിച്ച് പോകാനൊക്കെ ശ്രമിക്കുന്നു. പോലീസ് ഇയാളെ തടഞ്ഞു നിർത്തി. സാധാരണയായി ഇവിടെ ഡിജിറ്റലായിട്ടാണ് ഇപ്പോൾ ഈ കേസൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നു, നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഇയാൾ തടയാൻ ശ്രമിക്കുകയാണ്. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇയാൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പോലീസ് തടഞ്ഞു നിർത്തുകയാണ്. കോൺസ്റ്റബിൾ തടഞ്ഞു നിർത്തുമ്പോൾ ഇയാൾ ആ പോലീസുകാരുടെ കയ്യിൽ ഇങ്ങനെ കടിക്കുക ചെയ്യുന്നത്. അതായത് സാധാരണ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ പോലീസിനെ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ പോലീസിനെ ഇടിക്കുകയൊക്കെ ചെയ്ത് ചിലപ്പോൾ ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ ഈ കയ്യിൽ കടിച്ചൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എത്ര ബാലിശമായിട്ടുള്ളൊരു രീതിയാണ് അയാൾ അവലംബിക്കുന്നതാണ് ഏറ്റവും ചിരി വരുന്നത്. നമ്മൾ ഹൈപ്പർ ലൂപ്പിനെ കുറിച്ചൊക്കെ, ശരിയായ ഹൈപ്പർ ലൂപ്പിനെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ പൈപ്പിനുള്ളിലൂടെ ബൈക്ക് പോകുന്നത്, ഇത് വിരലിൽ കടിക്കുന്ന ആളുകൾ. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ബംഗളൂരുവിൽ നിന്ന് ഇത്തരം ട്രാഫിക് കൗതുക കാഴ്ചകൾ പ്രതീക്ഷിക്കണം. ശരി ശ്രീധര, കാണാം.